ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ദുബായ് മിറാക്കിൾ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് കേട്ടോ. പിന്നെ കാർ പാർക്കിങ്ങിനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമാണ് കേട്ടോ, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. പിന്നെ ഇത് നമ്മൾ അടിപൊളി വിൻറ്റേജ് മോഡൽ ഇഷ്ടം പോലെ വണ്ടികളും അവിടെ ഉണ്ടായിരുന്നു. അടിപൊളി കാറുകളൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പയ്യെ ഇറങ്ങിട്ടോ. പിന്നെ ഞാനും അജയ് ചേട്ടനും പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ പുറകിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ 60 ദിർഹമാണ് കേട്ടോ, 60 ദിർഹമാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഫസാ കാർഡ് ഉള്ളത് കൊണ്ട് 45 ദിർഹ ആയിട്ടുള്ളൂ കേട്ടോ. ഫസാ കാർഡ് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എമിറേറ്റ്സ് സൈഡ് മസ്റ്റായിട്ടും അവിടെ കാണിക്കണം. അത് കുഞ്ഞിൻ്റെ ആണെങ്കിലും വലിയവരുടെ ആണെങ്കിലും എമിറേറ്റ്സ് സൈഡ് കാണിക്കണം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ മിറാക്കിൾ ഗാർഡിൻ്റെ എൻട്രൻസിലുള്ള ഫസ്റ്റ് കാണുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ടിക്കറ്റിൻ്റെ ഇതിന് വേണ്ടിയിട്ട് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ആൾ നിൽപ്പുണ്ട്, സെക്യൂരിറ്റി. ആ സ്കാൻ ചെയ്തിട്ടാണ് കേട്ടോ നമ്മളെ കയറ്റി വിടുന്നത്. പിന്നെ എല്ലായിടത്തും ക്യാമറകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ നോക്കിക്കേ, നമ്മുടെ മെയിൻ സംഭവങ്ങളായ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇവിടെ എല്ലാവരും. ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ഉള്ളിലായിട്ട് 2 കുതിരക്കുട്ടന്മാരെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിലേക്ക് ഫുള്ള് ചെടികളും പൂക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കൂടുതൽ ഔട്ട് സൈഡിലാണ് ഫസ്റ്റ് പോയത്, അത് കഴിഞ്ഞിട്ടാണ് ഇൻസൈഡിലേക്ക് പോയത് കേട്ടോ. പുറത്തു കൂടെ ഫുള്ള് ഇങ്ങനെ ഇതുപോലത്തെ കടകൾ, ഷോപ്പുകൾ എല്ലാം ഉണ്ട്. എല്ലാ ടൈപ്പ് ഷോപ്പുകളും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അടിപൊളി സൂര്യകാന്തിപ്പൂ നിൽക്കുന്നത് കണ്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂക്കളുടെ വസന്തം തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഈ ടൈമിൽ പോകുന്നതുകൊണ്ട് ക്ലൈമറ്റ് നമുക്ക് ഒന്നുകൊണ്ടും ഒരു പ്രശ്നമില്ല. പിന്നെ ഞങ്ങൾ പോയ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ടൈമിലാണ് കേട്ടോ പോയത്. ഒരു 9 മണി 9:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ ചെന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് എല്ലാം കാണാൻ പറ്റും. ഈവനിങ്ങിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഭംഗിയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം നല്ല വെളിച്ചത്തിലൊക്കെ പൂക്കൾ കാണുമ്പോഴല്ലേ അതിൻ്റെ കളറുകളൊക്കെ മനസ്സിലാവുക. ഈ കാണുന്നത് നമ്മുടെ കൊങ്ങിണി എന്ന് പറയുന്നൊരു പൂവാണ്. ഞങ്ങളുടെ നാട്ടിൽ അതാണ് കേട്ടോ പറയണത്. എല്ലാ നാട്ടിലും പറയുന്ന ആ ഒരു പേരാവണമെന്നില്ല, പല ടൈപ്പ് കളറുണ്ട്. ഇവിടെ ഞാൻ കണ്ടത് മഞ്ഞ കളറാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളൊക്കെ ഉള്ളൊരു പൂവാണെന്നുണ്ടെങ്കിൽ സ്ട്രോളറൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, കുറേ നമുക്കിങ്ങനെ നടന്ന് കാണാനുള്ളത് കൊണ്ടേ കുഞ്ഞുങ്ങൾക്കൊക്കെ ചെറിയ വെയിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, കുറേ ദൂരം നടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവരെടുക്കാൻ പറഞ്ഞു. പിന്നെ നമുക്കും ബുദ്ധിമുട്ട്, നമ്മൾ ക്ഷീണിതരാകും. അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു തീർക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. ഞങ്ങൾ സായിക്കുട്ടിന് വേണ്ടിയിട്ട് സ്ട്രോളർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്താണേലും അത് നല്ല യൂസ്ഫുള്ളായി. അവൻ കുറേ നേരം അതിനകത്തൊക്കെ ആയിട്ട് ഇരുന്നത്. പിന്നെ ഇവിടെ പൂക്കൾ കൊണ്ട് മാത്രമല്ല, അതേ നോക്കിയ കൊടകൾ കൊണ്ട് എന്ത് ഭംഗിയായിട്ടാണ് അതിൻ്റെ അടിയിൽ അത് അലങ്കരിച്ച് വെച്ചിരിക്കുന്നതെന്ന് നോക്കിക്കേ. ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് സൈഡിൽ കൂടി ആയിട്ടാണ് നടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ഇഷ്ടം പോലെ കാണാനായിട്ടുണ്ട്. പിന്നെ നമ്മൾ നടന്നു മടുത്താലും ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ടത്, ഇതുപോലെ ചെയറുകളും ടേബിളും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം, വാങ്ങി ഫുഡ് കഴിക്കാം, ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പൂക്കളൊക്കെ കണ്ടിട്ട് കൊതിയായിപ്പോയി. നമുക്ക് നല്ല ഫുഡ് കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നില്ല. അതുപോലെ ഇതൊക്കെ കൂടി പറിച്ചെടുക്കാനാണോ എന്താണെന്ന് എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ വയ്യ കേട്ടോ. അത്രയ്ക്ക് സൂപ്പറായിരുന്നു. പിന്നെ നല്ലൊരു എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഫുള്ള് പൂക്കളാണ് കേട്ടോ. ഇനി ഏറ്റവും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് സൂപ്പറായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്രയും ഒറിജിനലായിട്ടുള്ള ഫ്ലവേഴ്സ് ഇത്ര ഭംഗിയിൽ, അത് പച്ച കളറുള്ള ഇലച്ചെടികളാണെങ്കിലും എന്ത് ടൈപ്പിലുള്ളതാണേലും പൂക്കളാണേലും അത്ര സൂപ്പറായിട്ടാണ് കേട്ടോ അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ നോക്കിക്കേ, നമ്മുടെ വീടുകളുടെ ഷേപ്പിലുള്ള രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഫുള്ള് പൂക്കളും ചെടികളും പച്ച കളറുള്ളതും പല വെറൈറ്റി കളറിലുള്ളതും ഒക്കെയാണ് കേട്ടോ.
അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ. പിന്നെ ദേ 2 ഈന്തപ്പനകളുടെ, രണ്ടൊന്നും അല്ല അതിൽ കൂടുതലുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ കണ്ട് നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സായിക്കുട്ടൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ വാങ്ങി കൊടുത്തു കേട്ടോ. പിന്നെ ദേ കുറച്ച് ഉള്ളിലേക്ക് ഞങ്ങൾ കയറി തുടങ്ങിയപ്പോഴത്തേക്കും അതിലും സൂപ്പറായിരുന്നു കാണാനായിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ അറിയില്ല കേട്ടോ. ഒരു ദിവസം കൊണ്ട് കണ്ട് തീരാം, പക്ഷേ നമുക്ക് കണ്ടാലും കണ്ടാലും കൊതി തീരില്ല, അത്രയ്ക്കുണ്ട് കാണാൻ. പിന്നെ സൂപ്പറായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്ഥലം. പിന്നെ അവിടെ അവർ ഫോട്ടോ എടുത്ത് തരുന്നുണ്ട്, പക്ഷേ ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും ഓരോ റേറ്റാണ് കേട്ടോ. നമ്മൾ ആദ്യം ചോദിച്ചപ്പോൾ 150 ദിർഹം പറഞ്ഞു, പിന്നെ 100 ദിർഹം വേറൊരാൾ പറഞ്ഞു. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ഫോട്ടോ എടുക്കാനുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ഫസ്റ്റ് തന്നെ എന്താ പറയുക, ഫസ്റ്റ് തന്നെ കയറി അവരെ കൊണ്ട് എടുപ്പിക്കല്ലേ. കാരണം പല റേറ്റുകൾ പറയുന്നുണ്ട്, ശരിക്കും അത്ര റേറ്റ് മേ ബി കാണത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതേ പല ഷേപ്പിലുള്ള കുതിരയുടെയും ആനയുടെയും ഒക്കെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ ഫുള്ള് ചെടികളാണ് കേട്ടോ. പിന്നെ ഇതുപോലെ പല കളറിലുള്ള പല ഷേപ്പിലായിട്ടാണ് ഇവിടെ കുടകൾ കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് വലിയൊരു ട്രീ ആണ്, എന്നിട്ട് അതിന് ഫുള്ള് ചെടികളും പിന്നെ അത് കൊണ്ട് മറച്ചിരിക്കുകയാണ് ഈ കുടകൾ കൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കുറേ സ്ഥലങ്ങളിൽ തണൽ കിട്ടും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നല്ല ഭംഗിയാണ്. അതിൻ്റെ സൈഡിൽ കൂടെ ഇഷ്ടം പോലെ ഷോപ്പുകളും ഉണ്ട് കേട്ടോ. ഈ ഫ്ലൈറ്റിൻ്റെ ഇത് നോക്കിക്കേ, ഒരു ഫ്ലൈറ്റിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഫുള്ള് വൈറ്റ് കളറുള്ള പൂക്കൾ കൊണ്ട് ഉള്ള അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ കാണുന്നത് ഫുള്ള്. ഞങ്ങൾ കുറേ നേരം കുറേ സ്ഥലങ്ങളിൽ നിന്നും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അവസാനം എൻ്റെ ഫോണിലെ ചാർജ് തീർന്നു എന്ന് പറയാം, ഫുൾ ചാർജ് കൊണ്ടുപോയതാണ്. പിന്നെ അതെല്ലാം കണ്ട് ഒരുവിധം ലാസ്റ്റ് ഇറങ്ങാറായപ്പോഴത്തേക്കും എൻ്റെ ഫോണിൽ ചാർജ് ഫുള്ള് തീർന്നിട്ടുണ്ട്. കാരണം അതുപോലെ ഞാൻ വീഡിയോസ് എടുത്തു, അതുപോലെ ഇഷ്ടം പോലെ ഫോട്ടോസും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ നോക്കിക്കേ, അടിപൊളിയുള്ള നമ്മുടെ സൂര്യകാന്തി പൂ നിൽക്കുന്നത്, സൂര്യകാന്തി തന്നെയല്ലേ ഇതിന് പറയുക, അതേന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ആ പൂ നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലും ഉണ്ടാവുമല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ ഇത് നട്ടാൽ പിടിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ നല്ല തണുപ്പ് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പോകുമ്പോൾ സൺഗ്ലാസ് ഉണ്ടെങ്കിൽ അത് എടുക്കാൻ മറക്കണ്ട കേട്ടോ. കാരണം കുറച്ച് വെയിലൊക്കെ ഉണ്ടല്ലോ, വെയിലുണ്ടെങ്കിലും നമുക്ക് ചൂടെടുക്കില്ല, കാരണം നല്ല തണുത്ത കാറ്റുണ്ട്, തണുപ്പും ഉണ്ട് കേട്ടോ. അങ്ങനെ സായിക്കുട്ടന് വിശന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അവന് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അവന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അങ്ങനെ ഇതുകൊണ്ട് തീർന്നില്ല, ശരിക്കും എൻ്റെ ഫോണിലെ ചാർജ് തീർന്നുകൊണ്ട് എനിക്ക് പിന്നെ വീഡിയോസ് എടുക്കാനേ പറ്റിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ പോട്ടെ, ബൈ ബൈ, സീ യു.